Good morning, dear students. How are you all? I hope you are fine. നമുക്കിന്ന് ബേസിക് സയൻസ് പഠിച്ചാലോ? ബേസിക് സയൻസിൽ ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ് ഇൻ വാട്ടർ. ഏത് ചാപ്റ്ററാണ് പഠിക്കുന്നത്? പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ് ഇൻ വാട്ടർ. നമുക്ക് ആ ചാപ്റ്ററിലെ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി പാർട്ട് പഠിക്കാം. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഫ്രഷ് വാട്ടർ, പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ് ഇൻ ലേക്സ്, പോണ്ട്സ് ആൻഡ് റിവേഴ്സ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഫ്രഷ് വാട്ടർ, പ്ലാന്റ് ആൻഡ് അനിമൽസ് ലൈഫ് ഇൻ ലേക്സ്, പോണ്ട്സ് ആൻഡ് റിവേഴ്സ്. Lakes are large fresh water bodies surrounded by land, and ponds are smaller than lakes. Lakes are large fresh water bodies surrounded by land, and ponds are smaller than lakes. എന്താണ് ലേക്ക് എന്ന് പറയുന്നത്? ലേക്ക് എന്ന് പറയുന്നത് തടാകങ്ങളല്ലേ? Lakes are large fresh water bodies surrounded by land, and ponds are smaller than lakes. Lakes, തടാകങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശുദ്ധ ജലാശയങ്ങളെയാണ്. കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ശുദ്ധ ജല ആശയങ്ങളാണ് എന്ന് പറയാ. ശുദ്ധ ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. Lakes are large fresh water bodies surrounded by land, and ponds are smaller than lakes. കരയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ശുദ്ധ ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്ന് പറയുന്നു. തടാകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? തടാകങ്ങൾ എന്ന് പറയുന്നത് കരയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ശുദ്ധ ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. കുളങ്ങൾ എന്താണ്? തടാകങ്ങളെക്കാട്ടി ചെറുതാണ്. കുളങ്ങൾ എന്ന് പറയുന്നത് തടാകങ്ങളെക്കാട്ടി ചെറുതാണ്. പോണ്ട്സ് എന്ന് പറയുന്നത് ലേക്സിനെ കാട്ടി വളരെ ചെറുതാണെന്ത്? പോണ്ട്സ് എന്ന് പറയുന്നത്, കുളങ്ങൾ എന്ന് പറയുന്നത്. Lakes are large fresh water bodies surrounded by land, and ponds are smaller than lakes. ലേക്ക് എന്ന് പറയുന്നത് കരയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ശുദ്ധ ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്ന് പറയുന്നു. ഈ പോണ്ട്സ് എന്ന് പറയുന്നത്, കുളങ്ങൾ എന്ന് പറയുന്നത് ലേക്കിനെക്കാട്ടി വളരെ ചെറുതാണ്. Rivers are moving fresh water bodies. They usually come from the melting ice of the mountains and flow into the ocean. Rivers are moving fresh water bodies. They usually come from the melting ice of the mountains and flow into the ocean. എന്താണ് റിവർ എന്ന് പറയുന്നത്? നദികൾ എന്ന് പറയുന്നത് മൂവിംഗ് ഫ്രഷ് വാട്ടർ ബോഡീസിനെയാണ് എന്ത് പറയാ? നദികൾ എന്ന് പറയുന്നത്. റിവേഴ്സ് ആർ മൂവിംഗ് ഫ്രഷ് വാട്ടർ ബോഡീസ്. ഒഴുകുന്ന ശുദ്ധ ജലാശയങ്ങളെയാണ് എന്തെന്ന് പറയാ? നദികൾ എന്ന് പറയുന്നത്. എന്താണ് നദികൾ എന്ന് പറയുന്നത്? ഒഴുകുന്ന ശുദ്ധ ജലാശയങ്ങളെയാണ് നദികൾ എന്ന് പറയുന്നത്. They usually come from the melting ice of the mountains and flow into the ocean. ഒഴുകുന്ന എന്താണ് ശുദ്ധ ജലാശയങ്ങളെയാണ് നദികൾ എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? പർവ്വതങ്ങളിൽ നിന്ന് ഐസ് മഞ്ഞുരുകിയാണ് ഈ ജലം എവിടേക്ക് പതിക്കുന്നത്? സമുദ്രങ്ങളിലേക്ക് പതിക്കുന്നത്. നദികൾ എന്ന് പറയുന്നത് എന്താണ്? ചലിക്കുന്ന ശുദ്ധജലാശയങ്ങളെ നദികൾ എന്ന് പറയുന്നു. ഈ നദികളിൽ ജലം എത്തുന്നത് എങ്ങനെയാണ്? പർവ്വതങ്ങളിൽ നിന്നുള്ള മഞ്ഞുരുകി ഈ വെള്ളം എവിടെ എത്തുന്നു? സമുദ്രങ്ങളിലേക്ക് എത്തുന്നു. Plants found in lakes and ponds are mostly grasses and weeds. Leaves of the floating plant float on the surface and provide shelter, cover food and nesting areas for the animals living and both inside and around. Canyons and lily pads are floating plants. Plants found in lakes and ponds are mostly grasses and weeds. ഈ നദികളുടെ ആയാലും തടാകങ്ങളുടെ ആയാലും കുളങ്ങളുടെ, ലേക്സിന്റെ പോണ്ട്സിന്റെ, നദികൾ, തടാകങ്ങളുടെ അതുപോലെ കുളങ്ങളുടെ അടുത്തുള്ള ഈ പ്ലാന്റ് സസ്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ എങ്ങനെയുള്ളതായിരിക്കും? പുല്ലുകളും കളകളും നിറഞ്ഞതാണ് എന്തെന്ന് പറയാ? തടാകങ്ങളുടെ അതുപോലെ തന്നെ പോണ്ട്സിന്റെ അടുത്തുള്ള ചെടികൾ എന്ന് പറയുന്നത് പുല്ലുകളും അതുപോലെ കളകളുമായിരിക്കും. Leaves of the floating plants float on the surface and
provide shelter, cover food and nesting areas for the animal living both inside and around them. Cactus and lily pads are floating plants. ഈ ജലാശയങ്ങളിൽ പൊങ്ങിക്കിടക്കുന്ന ചെടിയുടെ ഇലകൾ എന്താ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയും ഈ ജലാശയത്തിന്റെ എന്താണ് ജലാശയത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ചെടികളുടെ ഇലകള് ഈ ജലാശയത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയും അതെന്ത് ചെയ്യുന്ന ആ ചെടിയുടെ ഇലകൾ അകത്തും അതുപോലെ അതിന് ചുറ്റുമായിട്ട് താമസിക്കുന്ന ഈ നദികളുടെ ഈ ജലാശയങ്ങളുടെ അകത്തും അതുപോലെ ചുറ്റും താമസിക്കുന്ന മൃഗങ്ങൾക്ക് അഭയം നൽകുന്നു, ഭക്ഷണം നൽകുകയൊക്കെ ചെയ്യുന്നത് ഈ ജലാശയങ്ങളിൽ പൊങ്ങിക്കിടക്കുന്ന ചെടികളുടെ ഇലയാണ്. Plants found in lakes and ponds are mostly grasses and weeds. ലേക്സിന്റെയും പോൺസിന്റെയും ഒക്കെ അടുത്ത് കാണപ്പെടുന്ന ചെടികൾ എന്ന് പറയുന്നത് കൂടുതലും പുല്ലുകളോ അല്ലെങ്കിൽ കളകളോ ആയിരിക്കും. Leaves of the floating plants float on the surface and provide shelter, cover food and nesting area for the animals living both inside and around. Cactus and lily pads are floating plants. എന്താണ് ജലാശയങ്ങളിൽ പൊങ്ങിക്കിടക്കുന്ന ചെടികളുടെ ഇലകൾ എന്ന് പറയുന്നത് എന്താണ് ആ ജലാശയത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആ ചെടിയുടെ ഇല അകത്തു നിന്നും അതുപോലെ അതിന് ചുറ്റും താമസിക്കുന്ന മൃഗങ്ങൾക്ക് അഭയം നൽകുന്നു, ഷെൽട്ടർ ആവുന്നു. അതുകൂടാതെ ഭക്ഷണം നൽകാനൊക്കെ ഈ ചെടിയുടെ ഇലകള് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? കാറ്റേഴ്സ് ആൻഡ് ലില്ലി പാഡ്സ്. എന്താണ് കാറ്റേഴ്സും ലില്ലി പാഡ്സും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിനുള്ള എക്സാമ്പിൾ ആണ്. Submersible plants live and grow underwater, but their leaves may come up to the surface. The plants in ponds and lakes keep the water healthy in it. Submersible plants live and grow underwater, but their leaves may come to the surface. The plants in ponds and lakes keep the water healthy in it. എന്താണ് ഈ സബ്മേഴ്സിബിൾ പ്ലാന്റ്സ് ആണെങ്കിൽ ജലാശയങ്ങൾക്ക് അടിയിലൊക്കെ ജീവിക്കുകയും വളരുകയും ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? ജലത്തിന്റെ ഉപരിതലത്തെ ഇലകൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഈ സബ്മേഴ്സിബിൾ പ്ലാന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സ് ഇൻ പോണ്ട്സ് ആൻഡ് ലേക്സ് കീപ് ദ വാട്ടർ ഹെൽത്തി ഇൻ ഇറ്റ്. ഈ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്ന പോൺസിന്റെ അതായത് കുളങ്ങളുടെയും അതുകൂടാതെ ലേക്സ് തടാകങ്ങളുടെയും എന്താണ് പോൺസിന്റെയും തടാകങ്ങളുള്ള ജലത്തിന് നല്ല ആരോഗ്യം നൽകുന്നത് ഈ ചെടികളാണ്. പോൺസിന്റെ ആയാലും അല്ലെങ്കിൽ ലേക്സ് തടാകങ്ങളിലെ ആയാലും ജലത്തിന് നല്ല ആരോഗ്യം നൽകുന്നത് എന്താണ്? ഈ പ്ലാന്റ് ആണ്. Plants in rivers are very strong, deep-rooted or flexible and move along with the water current. Most of these plants are on the bank of the river. Plants in rivers are very strong, deep-rooted or flexible and move along with the water current. Most of these plants are on the bank of the river. എന്താണ് ഈ നദികളിലുള്ള ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നദികളിലെ ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നദികളിലുള്ള ഈ ചെടികൾ ഭയങ്കര ശക്തമായിരിക്കും. അതെന്ത് ചെയ്യുന്നു? വളരെ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. അത് കൂടാതെ അതെന്ത് ചെയ്യുന്ന ആ വാട്ടറിനനുസരിച്ച് ജലപ്രവാഹത്തിനനുസരിച്ച് ഇത് ചെയ്യുന്നു മൂവ് ചെയ്യുകയും ചെയ്യും. Plants in rivers are very strong, deep rooted or flexible and move along with the water current. ഈ നദികളിലെ ചെടികൾ എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായിരിക്കും. അത് കാരണം എന്താ? അത് നല്ല ആഴത്തിൽ വേരൂന്നിയതാണ്. ഈ ചെടികൾ എന്ത് ചെയ്യുന്ന ജലപ്രവാഹത്തിനനുസരിച്ച് മൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Most of these plants are on the bank of the river. ഈ പ്ലാന്റ്സ് കൂടുതലും നദികളുടെ ആ തീരത്തായിരിക്കും ഈ പ്ലാന്റ്സ് കൂടുതലും ഉള്ളത്. Trees on the bank are deep-rooted and help in preventing soil erosion. Trees also make the soil around the river very fertile. The yellow pond lily is found in slow-moving river. Trees on the banks are deep-rooted and help in preventing soil erosion. എന്താണ്
ഈ നദീതീരത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മരങ്ങളൊക്കെ എന്താണ്, നല്ല ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. അത് എന്തിനു സഹായിക്കുന്നു? അത് മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നു. നദീതീരത്തുള്ള മരങ്ങളൊക്കെ ഭയങ്കര ആഴത്തിൽ വേരൂന്നിയതാണ്. അത് എന്ത് ചെയ്യുന്നു? മണ്ണൊലിപ്പ് തടയാനായിട്ട് സഹായിക്കുന്നു. എന്ത് ചെയ്യുന്നു? സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ ഈ ആഴത്തിൽ വേരൂന്നിയ നദീതീരത്തുള്ള മരങ്ങൾ സഹായിക്കുന്നു. Trees also make the soil around the river very fertile. The yellow pond lily is found in slow-moving rivers. എന്താണ് ഈ ട്രീ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മരങ്ങൾ എന്താണ്? ഈ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മരങ്ങൾ ആഴത്തിൽ വേരൂന്നിയതാണ്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ മണ്ണൊലിപ്പ് തടയുന്നു. ഇത് കൂടാതെ എന്ത് ചെയ്യുന്നു? ട്രീസ് ഓൾസോ മേക്ക് ദ സോയിൽ അറൗണ്ട് ദ റിവർ വെരി ഫെർട്ടൈൽ. ദ യെല്ലോ പോൺസ് ലില്ലി ഈസ് ഫൗണ്ട് ഇൻ സ്ലോ മൂവിംഗ് റിവേഴ്സ്. ഇതാണ് ഈ നദീതീരത്തുള്ള മണ്ണൊക്കെ ഭയങ്കര ഫലപുഷ്ടമാക്കാൻ എന്ത് ചെയ്യുന്നു? നദീതീരത്തുള്ള മണ്ണ് ഫലപുഷ്ടമാക്കാൻ വേണ്ടി, ഫെർട്ടൈൽ ആക്കാൻ വേണ്ടി ഈ മരങ്ങൾ സഹായിക്കുന്നുണ്ട്. Fresh water bodies hold many kind of animals in and around them. Some animals live in water like fish, crayfish, snake and tadpoles. Fishes like trout, goldfish live and grow in fresh water. Fresh water bodies hold many kind of animals in and around them. എന്താണ്? ശുദ്ധമായിട്ടുള്ള ജലാശയങ്ങളിൽ നിരവധി അനിമൽസ് ജീവിക്കുന്നുണ്ട്. ശുദ്ധമായിട്ടുള്ള ജലാശയങ്ങളിൽ ജലാശയങ്ങൾ അകത്തായാലും അതുപോലെ അതിന് ചുറ്റുമായിട്ടും എന്ത് ജീവിക്കുന്നു? അനിമൽസ് ഒക്കെ ജീവിക്കുന്നുണ്ട്. Some animals live in the water like fish, crayfish, snake and tadpoles. Fishes like trout, goldfish live and grow in fresh water. എന്താണ്? ശുദ്ധ ജലാശയങ്ങൾ അടുത്ത് നിരവധി അനിമൽസ് ജീവിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് എന്തൊക്കെയാണ്? ഫിഷ്, മത്സ്യങ്ങളുണ്ട് ജലാശയങ്ങളിൽ അല്ലേ. ക്രേ ഫിഷ് ഉണ്ട്, പിന്നെ സ്നേക്ക് ഉണ്ട്, പാമ്പോളുണ്ട്, പിന്നെ ടാഡ്പോൾസ് ഉണ്ട്. ഇത് കൂടാതെ ഗോൾഡ് ഫിഷ് ഒക്കെ ഈ ശുദ്ധ ജലാശയങ്ങളിൽ ജീവിക്കുകയും വളരുകയൊക്കെ ചെയ്യുന്നുണ്ട്. Some live above the water like duck, insects, crocodile, porcupine and turtle. And other living in the surrounding area of the water bodies like raccoons, earthworms and dragonfly. എന്താണ്? ഈ വാട്ടർ ബോഡീസിലാണെങ്കിൽ എന്താണ്? ചില ജീവികളൊക്കെ ജീവിക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? ഇൻസെക്ട്സ് ഉണ്ട്, അതുപോലെ കൂടാതെ ക്രൊക്കോഡൈൽ ഉണ്ട്, മുതലയുണ്ട്, പോക്യൂപൈൻ ഉണ്ട്, ടർട്ടൈൽ ഉണ്ട്. ഇങ്ങനെ നിരവധി ജീവികൾ ഇവിടെ ഉണ്ട്. അത് കൂടാതെ തന്നെ ഈ വാട്ടർ ബോഡീസിന് ചുറ്റുമായിട്ട് മറ്റു ചില ജീവികളുണ്ട്. ഏതൊക്കെയാണത്? റക്കൂൺ ഉണ്ട്, എർത്ത് വേം ഉണ്ട്, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്. മോസ്കിറ്റോസ് ആൻഡ് മലേറിയ. Mosquitoes and malaria. During the rainy season, water gets collected at many undesired places like in a pit, coconut shell, bottles and things like in the open. Mosquitoes and malaria. During the rainy season, water gets collected at many undesired places like in a pit, coconut shells, bottle and thin line in the open. എന്താണ്? മഴക്കാലത്ത് മഴക്കാലത്ത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം ശേഖരിക്കപ്പെടുന്നു. എവിടേക്കാണത്? ചിരട്ടകളിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞു തുറന്നു കിടക്കുന്ന കുപ്പികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടിന്നിലോ ഒക്കെ തന്നെ മഴക്കാലത്ത് ആവശ്യമില്ലാതെ ജലം ശേഖരിക്കപ്പെടുന്നുണ്ട്. During the rainy season, water gets collected at many undesired places, like in a pit, coconut shell, bottle and thin line in the open. മഴക്കാലത്ത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് എവിടേക്കാണ്? ബോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടിന്നിലോ, തുറന്നു കിടക്കുന്ന ബോട്ടിലോ അല്ലെങ്കിൽ എന്താണ് ടിന്നിലോ, അതും അല്ലെങ്കിൽ കോക്കനട്ട് ഷെല്ല് എന്താ? ചിരട്ടകളിലൊക്കെ മഴവെള്ളം ശേഖരിക്കപ്പെടുന്നു. ഇതെന്ത് കാരണമാകുന്നു? Humid weather during the rainy season and the dirty stagnant water are suitable for mosquito to breed.
Humid weather during the rainy season and dirty stagnant water are suitable for mosquitoes to breed. ഇതാണ് നല്ല ഈർപ്പമുള്ള കാലാവസ്ഥയും അതുപോലെ മഴക്കാലം ആകുമ്പോഴാണ് നല്ല ഈർപ്പമുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക അല്ലേ. മഴക്കാലത്ത് നല്ല ഹ്യൂമിഡ് വെതർ കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് കൂടാതെ ഡേർട്ടി ആയിട്ടുള്ള സ്റ്റാഗ്നന്റ് വാട്ടറിലൊക്കെ എന്താണ് കൊതുക് മുട്ടയിട്ട് പെരുകും അല്ലേ. മഴക്കാലത്ത് നമ്മുടെ വീടിന് ചുറ്റുമുള്ള തുറന്നു കിടക്കുന്ന ബോട്ടിലോ അല്ലെങ്കിൽ ടിന്നിലോ അതുമല്ലെങ്കിൽ ചിരട്ടയിലോ ഒക്കെ എന്താണ് ധാരാളം ജലം വന്ന് ശേഖരിക്കുകയും ഈ ജലത്തിലാണെങ്കിൽ എന്ത് പറ്റും ധാരാളം കൊതുകുകൾ ഈ ജലത്തിൽ വന്ന് ഈ ജലത്തിൽ കിടന്ന് ധാരാളം കൊതുകുകൾ ഇങ്ങനെ വളർന്നു വരികയും ചെയ്യുന്നു. Any tiny germs plasmodium live inside these mosquitoes. These tiny germs cause malaria. They do not harm mosquitoes, but when mosquitoes bite, they pass on the human body and with the saliva and cause fever, vomiting, chills and headache. A tiny germ plasmodium lives inside these mosquitoes. എന്താണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന വളരെ ചെറിയ ഒരാണ് എന്ത് ചെയ്യുന്നു മൊസ്കിറ്റോസിന്റെ ഉള്ളില് വളരുന്നുണ്ട്. A tiny germ plasmodium lives inside these mosquitoes. ഈ കൊതുകുകളിൽ ഉള്ളിൽ ഈ കൊതുകിന്റെ ഉള്ളില് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു ടിനി ജെം ഒരു ചെറിയ ജേം എവിടെ വളരുന്നു മൊസ്കിറ്റോയുടെ ഉള്ളില് വളരുന്നുണ്ട്. These tiny germs cause malaria. They do not harm mosquitoes, but when mosquitoes bite, they pass onto the human body with the saliva and cause fever, vomiting, chills and headache. മൊസ്കിറ്റോസിന്റെ കൊതുകിന്റെ ഉള്ളില് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു ചെറിയ അണു ജീവിക്കുന്നുണ്ട്. ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന അണു മൊസ്കിറ്റോസിന് കൊതുകിന് ഹാനികരമൊന്നുമല്ല. കൊതുകിന് ഈ പ്ലാസ്മോഡിയം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ് ഒരു ദോഷവും സംഭവിക്കുന്നില്ല. എന്നാൽ ഈ കൊതുക് നമ്മളെ മനുഷ്യരെയൊക്കെ കഴിക്കുമ്പോൾ കൊതുകിന്റെ ഉമിനീരിൽ നിന്ന് സലൈവ എന്ന് വെച്ചാൽ ഉമിനീര് ഈ ഉമിനീരിൽ നിന്ന് ഈ പ്ലാസ്മോഡിയം എന്ത് കിട്ടുന്നു ഇത് നമ്മുടെ ബോഡിയിലോട്ട് പാസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് പനി ഛർദില് അതുപോലെ തലവേദന എന്നിങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകും. A tiny germ plasmodium lives inside these mosquitoes. These tiny germs cause malaria. They do not harm mosquitoes, but when mosquitoes bite, they pass on to the human body with the saliva and cause fever, vomiting, chills and headache. കൊതുകിന്റെ ഉള്ളില് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു ടിനിജിയം ജീവിക്കുന്നുണ്ട്. ഈ പ്ലാസ്മോഡിയം കൊതുകിന് ദോഷമൊന്നും ചെയ്യുന്നില്ല. എന്നാൽ കൊതുക് മനുഷ്യനെ കടിക്കുമ്പോൾ കൊതുകിന്റെ ഉമിനീരിൽ നിന്ന് ഈ പ്ലാസ്മോഡിയം മനുഷ്യനിലേക്ക് കടക്കുകയും ഇത് മനുഷ്യന് ദോഷകരമാകുന്നു. മനുഷ്യന് എന്ത് പറ്റുന്നു പനി വരുന്നു, ഛർദ്ദി വരുന്നു, തലവേദന എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. Malaria is the most widespread disease caused by the mosquitoes. Mosquito കൊതുകുകൾ ഉണ്ടാക്കുന്ന കൊതുകുകൾ പരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണിത് മലേറിയ എന്ന് പറയുന്നത്. Malaria is the most widespread disease caused by the mosquitoes. കൊതുക് പരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണിത്. കൊതുക് പരത്തുന്ന രോഗമാണ് മലേറിയ എന്ന് പറയുന്നത്. ഏത് രോഗമാണ് കൊതുക് പരത്തുന്നത്? മലേറിയ. ഏത് രോഗമാണ്? മലേറിയ. Malaria is the most widespread disease caused by the mosquitoes. Malaria is the most widespread disease caused by mosquitoes. Mosquitoes കൊതുക് പരത്തുന്ന ഏറ്റവും വലിയ കൊതുക് പരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഏത്? മലേറിയ എന്ന് പറയുന്നത്. ഏതാണ്? മലേറിയ is the most widespread disease caused by the mosquitoes. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് എന്ന് പറയാ മലേറിയ എന്ന് പറയുന്നത്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മലേറിയ. ഇനി നമുക്ക് ഈ കൊതുക് പരത്തുന്ന രോഗമായ മലേറിയ എങ്ങനെ നമുക്ക് തടയാം, കൺട്രോൾ ചെയ്യാം എന്ന് പഠിക്കാം. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് മലേറിയ. Mosquitoes are active during the night, so close the
door and the windows before evening to prevent them entering. Prevention and control of malaria. Malaria എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ തടയാം? ഫസ്റ്റ് എങ്ങനെയാണ് തടയാൻ പറ്റുന്നത്? ഓക്കേ, ഫസ്റ്റ് പോയിന്റ്, mosquitoes are active during the night. കൊതുക് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് രാത്രി സമയങ്ങളിലാണ്. So close the door and the windows before evening to prevent them entering. എന്താണ്? കൊതുക് കൂടുതൽ ആക്റ്റീവ് ആവുന്ന രാത്രി സമയത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിന്റെ ഡോറും വിൻഡോയൊക്കെ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. എന്ത് സഹായിക്കും? ഇത് കൊതുക് നമ്മുടെ വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നത് തടയുന്നു. Mosquitoes are active during the night, so close the doors and the windows before evening to prevent them entering. രാത്രി സമയങ്ങളിലാണ് കൊതുക് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ തന്നെ നമ്മുടെ വീടിന്റെ ഡോറും അതുപോലെ വിൻഡോയും ഒക്കെ തന്നെ ക്ലോസ് ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ കൊതുകിന് അകത്തോട്ട് പ്രവേശിക്കാൻ പറ്റാതെയാകും. Wear full sleeves shirt or tops along with full pants. എന്താണ്? നമ്മള് രാത്രി സമയങ്ങളിൽ ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഷർട്ടോ അല്ലെങ്കിൽ ടോപ്പോ അതിനോടൊപ്പം തന്നെ ഫുൾ പാന്റ് ഇട്ടേ കിടക്കാവൂ. തേർഡ് പോയിന്റ് നോക്കിക്കേ, യൂസ് മോസ്കിറ്റോ റിപ്പലൻസ്. എന്താണ്? മോസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കണം. ഫോർത്ത് പോയിന്റ് നോക്കിക്കേ, ചേഞ്ച് വാട്ടർ ഓഫ് വാട്ടർ കൂളേഴ്സ് ഫ്രീക്വന്റ്ലി. ചേഞ്ച് വാട്ടർ ഓഫ് വാട്ടർ കൂളേഴ്സ് ഫ്രീക്വന്റ്ലി. ഫ്രീക്വന്റ് ആയിട്ട് തന്നെ വാട്ടർ കൂളറിൽ നിന്ന് വാട്ടർ മാറ്റിക്കൊണ്ടിരിക്കണം. വാട്ടർ കൂളറിൽ നിന്ന് വാട്ടർ ജലം എന്ത് ചെയ്യണം? ഫ്രീക്വന്റ്ലി എന്ത് ചെയ്യണം? മാറ്റിക്കൊണ്ടിരിക്കണം. അടുത്ത പോയിന്റ് നോക്കിക്കേ, ക്ലിയർ എനി സ്റ്റാഗ്നന്റ് വാട്ടർ ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹൗസ്. നമ്മുടെ വീടിന് ചുറ്റുമുള്ള സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം. അതൊക്കെ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ മാറ്റണം. ക്ലിയർ എനി സ്റ്റാഗ്നന്റ് വാട്ടർ ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹൗസ്. നമ്മുടെ വീടിന് ചുറ്റുമുള്ള എന്താണ് അഴുക്ക് വെള്ളമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. യൂസ് മോസ്കിറ്റോ നെറ്റ് അറൌണ്ട് യുവർ ബെഡ്. യൂസ് മോസ്കിറ്റോ നെറ്റ് അറൌണ്ട് യുവർ ബെഡ്. നിങ്ങളുടെ ബെഡിന് ചുറ്റും എന്ത് ചെയ്യണം? മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കണം. അപ്പൊ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായോ? എന്ന് പഠിപ്പിച്ച കാര്യങ്ങള് നമുക്കപ്പൊ ഈ ചാപ്റ്ററിൽ എക്സസൈസ് ചെയ്താലോ? നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന്, അൺസ്ക്രാമ്പിൾ ദ ഫോളോയിങ് വേർഡ്സ്. ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഡിസോർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇത് കറക്റ്റ് ഓർഡറിൽ എഴുതണം. ഫസ്റ്റ് നോക്കിക്കേ, എന്താണ്? TELRUT. എന്താണത്? ടർട്ടിൽ. എന്താണ്? ടർട്ടിൽ. സെക്കൻഡ് വേർഡ് എന്താണ് ഡിസോർഡറിൽ കൊടുത്തിരിക്കുന്നത്? എന്താണ്? ക്രൊക്കോഡൈൽ. എന്താണ്? ക്രൊക്കോഡൈൽ. തേർഡ് വേർഡ് ഏതാണ്? തേർഡ് വേർഡ് എന്താണെന്ന് പറഞ്ഞ ഏതാണെന്ന്? ഫ്രോഗ്. എന്താണ്? ഫ്രോഗ്. ഫോർത്ത് വേർഡ് നോക്കിക്കേ, ഏതാണ്? ഡോൾഫിൻ. ഏതാണ്? ഡോൾഫിൻ. ഫിഫ്ത് വേർഡ് നോക്കിക്കേ, ഏതാണെന്ന്? ഷാർക്ക്. ഏതാണ്? ഷാർക്ക്. സിക്സ്ത് വേർഡ് ഏതാണ്? വെയിൽ. ഏതാണ്? വെയിൽ. ഏതാണ്? വെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, നെയിം ദി ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിന്റെ പേര് ഏതാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നോക്കിക്കേ,
ലാർജസ്റ്റ് വാട്ടർ ബോഡി ഏതാണ്? ഓഷ്യൻ. ഏതാണ്? ഓഷ്യൻ. സെക്കൻഡ് നോക്കിക്കേ, സാൾട്ടി വാട്ടർ ബോഡി സറൗണ്ടഡ് ബൈ ലാൻഡ് സീ. സാൾട്ടി വാട്ടർ ബോഡി സറൗണ്ടഡ് ബൈ ലാൻഡ് സീ ഏതാണ്? സീ, കടല്. ഏതാണ്? സീ, കടല്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബിഗ് ഫ്രഷ് വാട്ടർ ബോഡി സറൗണ്ടഡ് ബൈ ലാൻഡ് ലേക്ക്. ലാൻഡ് ലേക്കാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന വലിയൊരു ഫ്രഷ് വാട്ടർ ഏതാണ്? ലേക്ക്. എന്താണ്? ലേക്ക്, തടാകം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, മൂവിംഗ് ഫ്രഷ് വാട്ടർ ബോഡീസ്. മൂവിംഗ് ഫ്രഷ് വാട്ടർ ബോഡീസിനെ എന്താ പറയുക? റിവർ. എന്താണ്? റിവർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, the place where fresh water from rivers and salty water from sea meet. എന്താണ്? കടലിൽ നിന്നുള്ള സാൽട്ടി വാട്ടറും അതുപോലെ നദികളിൽ നിന്നുള്ള ഫ്രഷ് വാട്ടറും മീറ്റ് ചെയ്യപ്പെടുന്ന ഒരുമിച്ചെത്തുന്ന പ്ലേസ് ഏതാണ്? എസ്ക്യൂട്ടറി. ഏതാണ്? എക്സ്ക്യൂട്ടറി. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, a tiny germ in mosquitoes causing malaria. മലേറിയക്ക് കാരണമാകുന്ന കൊതുകിലുള്ള ഒരു എന്താണ്? ടിനി ജേം ഏതാണ്? പ്ലാസ്മോഡിയം. ഏതാണ്? പ്ലാസ്മോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, മാച്ച് ദി ഫോളോയിങ്. മാച്ച് ദി ഫോളോയിങ്. ഫസ്റ്റ് നോക്കിക്കേ, വെയിൽ ആൻഡ് ഷാർക്ക് ആൻഡ് ക്രാബ്. ഏതാണ് മാച്ച് ചെയ്യുന്നതിനകത്ത്? വെയിൽ, ഷാർക്ക് ആൻഡ് ക്രാബ്സ്. എന്താണ്? സാൾട്ട് വാട്ടർ. സാൾട്ടി വാട്ടറിലാണ് ഈ അനിമൽസ് ഒക്കെ ഉള്ളത്. എന്താണ്? സാൾട്ടി വാട്ടർ അനിമൽസ് ആണ് എന്ന് പറയുക ഈ വെയിലും ഷാർക്കും ക്രാബ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് നോക്കിക്കേ, മറൈൻ ബയോളജി. എന്താണ് മറൈൻ ബയോളജി എന്ന് പറയുക? ദ സ്റ്റഡി ഓഫ് ഓർഗാനിസം ഇൻ ദ ഓഷ്യൻ. എന്താണ്? ദ സ്റ്റഡി ഓഫ് ഓർഗാനിസം ഇൻ ദ ഓഷ്യൻ ഓർ അതർ വാട്ടർ ബോഡീസ്. ഏതെങ്കിലും ജലാശയങ്ങളിലോ അല്ലെങ്കിൽ സമുദ്രങ്ങളിലോ ഉള്ള ഓർഗാനിസത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ന് പറയുക മറൈൻ ബയോളജി എന്ന് പറയുക. അടുത്ത് നോക്കിക്കേ, കോറൽസ്. എന്താണ്? അനിമൽ ഓർഗാനിസത്തെയാണ് ഇത് പറയുക കോറൽസ് എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡീപ് ഓഷ്യൻ. എന്താണ് ഡീപ് ഓഷ്യൻ? ഡീപ് ഓഷ്യൻ എന്ന് പറയുന്നത് there is no sunlight. ഡീപ് ഓഷ്യന് സൺലൈറ്റ് ഇല്ല. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, റിവേഴ്സ്. നദി. എന്താണ്? മെൽറ്റഡ് ഐസ് ഓഫ് ദി മൗണ്ടൻസ്. പർവ്വതങ്ങളിൽ നിന്ന് ഐസ് ഉരുകി എവിടെ എത്തും? നദി ആവുന്നത് എങ്ങനെയാണ്? പർവ്വതങ്ങളിൽ നിന്ന് മഞ്ഞുരുകിയാണ് നദിയിൽ വെള്ളം എത്തുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്. എന്താണ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്? പ്രൊവൈഡ് ഷെൽട്ടർ, കവർ ആൻഡ് ഫുഡ്. എന്താ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്? ഷെൽട്ടറും കവറും ഫുഡും ഒക്കെ നൽകുന്നു. ഇനി നമുക്ക് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് 6 എണ്ണം ചെയ്തായിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് സെവൻത് ക്വസ്റ്റ്യൻ പഠിക്കാം. സെവൻത് ക്വസ്റ്റ്യൻ, ഡിസ്കസ് അനിമൽ ലൈഫ് ഇൻ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിൽ അനിമലിന്റെ ലൈഫ് എങ്ങനെയാണ്? Fresh water bodies hold many kind of animals in and around them. Some animals live in the water like fish, crayfish, snake and tadpoles. Fishes like trout and goldfish live and grow in fresh water. Some live above the water like duck, insect, crocodile, porcupines and turtle. എന്താണ്? ഫ്രഷ് വാട്ടർ ബോഡീസിലൊക്കെ തന്നെ ധാരാളം അനിമൽസ് ജീവിക്കുകയും വളരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന പ്രധാനമായിട്ടുള്ള അനിമൽസ് ഏതൊക്കെയാണ്? ഫിഷ് ഉണ്ട്, മത്സ്യമുണ്ട്, ക്രേ ഫിഷ് ഉണ്ട്, അതുകൂടാതെ പാമ്പുണ്ട്, അതുകൂടാതെ എന്തുണ്ട്? ടാഡ്പോൾസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഗോൾഡ് ഫിഷും ഒക്കെ തന്നെ ശുദ്ധജലാശയങ്ങളിൽ ജീവിക്കുകയും വളരുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ജലാശയങ്ങൾക്ക് ഉപരിതലത്തിൽ എന്താണ്? ജലാശയങ്ങൾക്ക് ചുറ്റുമായിട്ട് മറ്റു ചില ജീവികളും ജീവിക്കുന്നുണ്ട്. ജലാശയങ്ങൾക്ക് മുകളിൽ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഇൻസെക്ട് ഉണ്ട്, ക്രൊക്കോഡൈൽ ഉണ്ട്, പോർക്യൂപൈൻസ് ഉണ്ട്, ടർട്ടിൽ ഉണ്ട്. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ആർ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്? വാട്ട്
ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്. എന്താണ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്? എന്താണ് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്? Leaves of the floating plants float on the surface and provide shelter, cover food and nesting areas for the animals living both inside and around. Turtles and lilliputs are floating plants. ജലാശയത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചെടിയുടെ ഇലകൾ എന്ത് ചെയ്യുന്നു? ജലാശയത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ ഇലകള് ജലാശയത്തിനകത്തും അതുപോലെ ചുറ്റുമായിട്ട് താമസിക്കുന്ന മൃഗങ്ങൾക്ക് ഷെൽറ്ററും അതുപോലെ ഭക്ഷണവും ഒക്കെ കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെടികളാണ് എന്തെന്ന് പറയാ? ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. 9th question നോക്കിക്കേ. Where do mosquitoes breed? Mosquitoes breed in still water. എവിടാണ് മൊസ്കിറ്റോസ് വളരുന്നത്? മൊസ്കിറ്റോസ് ബ്രീഡ് ഇൻ സ്റ്റിൽ വാട്ടർ. ജലത്തിലാണ് മൊസ്കിറ്റോസ് വളരുന്നത്. 10th question നോക്കിക്കേ. Give 2 ways in which malaria can be prevented. Give 2 ways in which malaria can be prevented. മലേറിയ തടയാൻ, മലേറിയ എന്ന് പറയുന്ന രോഗത്തെ തടയാൻ വേണ്ടിയുള്ള 2 വഴികൾ എഴുതുക. ഏതൊക്കെയാണ് 2 ways? ചേഞ്ച് വാട്ടർ ഓഫ് വാട്ടർ കൂളേഴ്സ് ഫ്രീക്വന്റ്ലി. ഇത് വേണം, വാട്ടർ കൂളേഴ്സിൽ നിന്ന് വാട്ടർ ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. സെക്കൻഡ് പോയിന്റ് എന്താണ്? ക്ലിയർ എനി സ്റ്റാഗ്നന്റ് വാട്ടർ ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹൗസ്. നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള എന്താണ് അഴുക്ക് വെള്ളങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ ആൻസറിന്റെ നോട്ട് ടീച്ചർ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി എടുത്തിട്ട് ടീച്ചറിന് സെൻഡ് ചെയ്തണം. ഒപ്പം എല്ലാവരും പഠിച്ചത് വോയിസും ടീച്ചറിനെ ഇട്ടേരണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മക്കളെ. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചോ? ഇനി നമുക്ക് കുറച്ച് മലയാളം പഠിച്ചാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ മലയാളത്തിൽ ഏത് പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഏത് പാഠമായിരുന്നു? നമ്മള് വേടന്മാരല്ലേ? പാഠം എത്ര? നമ്മുടെ പാഠം 8 വേടന്മാർ. പേജ് നമ്പർ 47 അല്ലേ? അപ്പം വേടന്മാരിൽ നമ്മൾ എന്തുവായിരുന്നു നമ്മൾ പഠിച്ചത്? അതിന്റെ കഥ എന്തായിരുന്നു? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധിക കൃതിയിലെ അല്ലേ കുറച്ച് വരികളാണ് നമ്മൾ പഠിച്ചത്, വേടന്മാർ. അപ്പൊ അതിലെന്താ നമ്മൾ പറഞ്ഞത്? നമ്മുടെ പാഞ്ചാലിക്ക് അല്ലേ കല്യാണ സൗഗന്ധിക പുഷ്പം കണ്ട പാഞ്ചാലിക്ക് ആ പുഷ്പത്തിനോട് ഇഷ്ടം തോന്നുകയും തന്റെ ഭർത്താവായ ഭീമനോട് തന്റെ ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞു, എനിക്ക് ഇനിയും ആ കല്യാണ സൗഗന്ധികം പൂ വേണമെന്ന് പറഞ്ഞു. അപ്പൊ തന്റെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് ഭീമൻ എന്ത് ചെയ്യുന്നു? ഈ കല്യാണ സൗഗന്ധിക പുഷ്പം തേടി വനത്തിലേക്ക് പോകുന്നു. അങ്ങനെ പൂ തേടി വനത്തിലെത്തിയ നമ്മുടെ ഭീമൻ കാണുന്ന കാഴ്ചകൾ, വനത്തിൽ കാണുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കുറച്ച് വരികളിലൂടെ പഠിച്ചത് അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചത്? എല്ലാവരും മറന്നുപോയോ? ഇല്ല, ഇത്രയും കഥയാണ് നമ്മൾ ഈ ഒരു വരികളിലൂടെ പഠിച്ചത് അല്ലേ? എന്താ? അങ്ങനെ വനത്തിലെത്തുന്ന ഭീമൻ ആ കാട്ടിൽ കണ്ട കാഴ്ചകൾ. അങ്ങനെ വനത്തിലോട്ട് കയറിയ സമയത്ത് നമ്മുടെ ഭീമൻ എന്തൊക്കെയാണ് കണ്ടത്? കാട്ടാള രാജനും കൂട്ടരും അല്ലേ? കാട്ടാള രാജനും കൂട്ടരും വേട്ടയ്ക്ക് പുറപ്പെടുന്നു. അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് അമ്പും വില്ലും അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വേട്ടയ്ക്ക് പുറപ്പെടുന്നു. അപ്പൊ എന്താ കണ്ടത്? മൃഗോദരൻ ആരായിരുന്നു? ഭീമൻ. അപ്പം കാട്ടാള രാജനും കൂട്ടരും വേട്ടയ്ക്ക് പുറപ്പെടുന്ന കാഴ്ചയായിരുന്നു നമ്മുടെ ഭീമൻ മൃഗോദരൻ കണ്ടത്. അപ്പൊ അവരുടെ ആ കാട്ടാള രാജന്റെയും കൂട്ടരുടെയും വേഷവിധാനങ്ങളെ കുറിച്ചും അല്ലേ അവരുടെ രീതികളെ കുറിച്ചും ഒക്കെയാണ് പിന്നെ കവിതയിൽ ഇങ്ങോട്ട് വർണ്ണിച്ചു പോകുന്നത് അല്ലെ? കൃതിയിൽ അവരുടെയോ വർണ്ണിക്കുന്നത്. എങ്ങനത്തെ ആയിരുന്നു അവരുടെ വേഷം? എന്തായിരുന്നു ആ കാട്ടാള രാജന്റെയും കൂട്ടരുടെയും? ഒന്ന് പറഞ്ഞു തന്നെ ടീച്ചർ, എന്തൊക്കെയായിരുന്നു അവരുടെ രീതികള്, അവരുടെ വേഷവിധാനങ്ങള്? ചെമ്പിച്ച താടിയും മീശയും അല്ലേ? ചെമ്പിച്ച താടിയും മീശയും മുടിയും ഒക്കെ ഉണ്ട്. അതുപോലെ അവരുടെ ആ ഒരു ബലിഷ്ഠമായ കൈകളിൽ എന്താണ്? വില്ലും ശരങ്ങളും നമുക്ക് കാണാം. അവരുടെ കണ്ണുകൾ എന്താ? ചെമ്പരത്തിപ്പൂ പോലെ അല്ലേ? നല്ല ചുവന്ന തുടുത്ത കണ്ണുകൾ. പിന്നെന്താണ്? അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ അല്ലേ? ചന്ദ്രക്കല പോലെ അവരുടെ പല്ലുകൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. അവരുടെ ആനയുടെ ഒരു വയറ് പോലുള്ള അവരുടെ ആ വയറ്റിൽ എന്താണ്? അവരണിഞ്ഞിരിക്കുന്ന മാലകൾ കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? വയറ്റിലോട്ട് തുളച്ചു കയറി ഇരിക്കുകയാണോ എന്ന് പോലും നമുക്ക്
തോന്നിപ്പോകും. പിന്നെന്താ ടീച്ചർ പറഞ്ഞത്? എന്താണ് ടീച്ചർ പറഞ്ഞത്? അവർക്ക് എന്താ മയിൽപ്പീലിയുണ്ട്, മഞ്ഞക്കുറിയുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ അമ്പും വില്ലും ഒക്കെ അരയിലൂടെ ചുറ്റി വെച്ചേക്കുന്നു അല്ലേ? അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു. അവരുടെ ആ മൊത്തത്തിലുള്ള അവരുടെ രൂപം കണ്ടാൽ ആർക്കും എന്താണ് ഭയങ്കരമായിട്ട് തോന്നും അല്ലേ? എന്ന് വെച്ചാൽ അത്രയും ഭയങ്കരമായ വേഷവിധാനങ്ങളാണ് ഈ കാട്ടാള രാജന്റെയും കൂട്ടരുടെയും. അപ്പം ഈ കല്യാണ സൗഗന്ധിക പൂ പറിക്കാനായിട്ട് വനത്തിനുള്ളിലേക്ക് കടന്ന ദുര്യോധനൻ ഭീമൻ കണ്ട കാഴ്ചയാണ് നമ്മൾ കൃതിയിൽ പഠിച്ചത്. ഓക്കെ, അത് നമ്മൾ അന്ന് വിശദമായിട്ട് നോക്കിയായിരുന്നു അല്ലേ? അതിനുശേഷം നമ്മൾ എന്താണ് നോക്കിയത്? നമ്മൾ പഠന പ്രവർത്തനങ്ങൾ ചെയ്തായിരുന്നു അല്ലേ? ആദ്യം പകരം പദം പഠിച്ചു. ചട്ടക എന്തായിരുന്നു? ഭയങ്കരമായ. വിക്രമം പരാക്രമം. കോപ്പുകൾ സാധനങ്ങൾ. മൃഗോദരൻ ഭീമൻ. കേശം തലമുടി. അമ്പിളി ചന്ദ്രൻ. അഞ്ജനം കറുത്തത്. കുഞ്ചരം ആന. മായൂരം മയിൽ. മായൂരപ്പിച്ചം മയിൽപ്പീലി. അങ്ങനെ നമ്മൾ പകരം പദം പഠിച്ചു. അതിനുശേഷം നമ്മൾ പര്യായ പദം നോക്കി. ചേർത്തെഴുതുക പഠിച്ചു. ശരിയായ പദം എടുത്തെഴുതുക. അർത്ഥ വ്യത്യാസം എഴുതുക. പൂരിപ്പിക്കുക. ജ്ഞാനാർത്ഥം എഴുതുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് പഠിച്ചില്ലേ? എല്ലാവരും മറന്നുപോയോ? ഇല്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഉത്തരം എഴുതുക അല്ലേ? ഉത്തരം എഴുതുക നമ്മൾ തുടങ്ങിയില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഉത്തരം എഴുതുക നോക്കാം. എല്ലാം റെഡി അല്ലേ? ടീച്ചർ ചോദിക്കട്ടെ എങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ടീച്ചർ പറഞ്ഞു തന്നാൽ മതി. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാട്ടാള രാജനും കൂട്ടരും എന്തിനാണ് പുറപ്പെടുന്നത്? എന്തിനായിരുന്നു അവർ പുറപ്പെട്ടത്? നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചറിന്. എന്തിനാ? വേട്ടയ്ക്ക് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ ഉത്തരം എഴുതും? വേട്ടയ്ക്ക് പോകാനുള്ള പുറപ്പാടാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? കാട്ടാള രാജനും കൂട്ടരും എന്തിനാണ് പുറപ്പെടുന്നത്? നമുക്ക് എന്തെഴുതാം? വേട്ടയ്ക്ക് പോകാനുള്ള പുറപ്പാടാണ്. മനസ്സിലായ മക്കൾക്ക്? നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? വേട്ടയ്ക്ക് പോകാനുള്ള പുറപ്പാടാണ്. എന്താ? വേട്ടയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വേടന്മാരുടെ വേഷം എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു വേഷം? നമ്മൾ ഇപ്പോഴും അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ? എങ്ങനെയായിരുന്നു അവരുടെ വേഷം? എന്തെഴുതാ നമുക്ക് ഉത്തരം? ചെമ്പിച്ച താടി, മീശ, മുടി അല്ലേ? കയ്യിലാകട്ടെ വില്ലും ശരങ്ങളും. അതുപോലെ ചെമ്പരത്തിപ്പൂ പോലെയുള്ള കണ്ണുകൾ അല്ലെ? ചുമന്ന് തുടുത്ത കണ്ണുകൾ. ചന്ദ്രക്കല പോലെ വളഞ്ഞ പല്ലുകൾ. കറുത്ത പർവ്വതം പോലെയുള്ള ശരീരം. ഗുഞ്ചാഫലം കൊണ്ടുള്ള മാലകൾ അവരുടെ കുടവയറിനെ തുളച്ചു കയറുന്നത് പോലെ തോന്നും. മഞ്ഞക്കുറിയും മഞ്ചാടി മാലയും അണിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ വേഷം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ചെമ്പിച്ച താടിയും മീശയും മുടിയും. കയ്യിലാകട്ടെ വില്ലും ശരങ്ങളും. ചെമ്പരത്തിപ്പൂ പോലെയുള്ള കണ്ണുകൾ. ചന്ദ്രക്കല പോലെ വളഞ്ഞ പല്ലുകൾ. കറുത്ത പർവ്വതം പോലെയുള്ള ശരീരം. ഗുഞ്ചാഫലം കൊണ്ടുള്ള മാലകൾ അവരുടെ കുടവയറിനെ തുളച്ചു കയറുന്നത് പോലെ തോന്നും. മഞ്ഞക്കുറിയും മഞ്ചാടി മാലയും അണിഞ്ഞിട്ടുണ്ട്. അപ്പം വേടന്മാരുടെ വേഷം ചോദിച്ചാൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതാം. മനസ്സിലായോ മക്കൾക്ക്? ടീച്ചർ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വേടന്മാരുടെ കയ്യിൽ എന്തായിരുന്നു? എന്തായിരുന്നു വേടന്മാരുടെ കയ്യിൽ? എളുപ്പമല്ലേ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ? എന്തായിരുന്നു വേടന്മാരുടെ കയ്യിൽ? എന്താണ്? എന്തായിരുന്നു? വില്ലും ശരങ്ങളും. എന്താണ്? ഒറ്റ വാക്കേ ഉള്ളൂ. ഉത്തരം എന്താണ്? വില്ലും ശരങ്ങളും. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വേടന്മാരുടെ കയ്യിൽ എന്തായിരുന്നു? നമ്മൾ ഉത്തരം എന്തെഴുതും? വില്ലും ശരങ്ങളും. മനസ്സിലായോ മക്കൾക്ക്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നാലാമത്തെ. വേട്ടയ്ക്ക് പുറപ്പെട്ട വേടന്മാരെ മൃഗോദരൻ കണ്ടപ്പോൾ അവരുടെ ശരീരവും കണ്ണും എങ്ങനെയായിരുന്നു? അപ്പൊ നമ്മള് എന്ത് ഉത്തരം എഴുതണം? ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന നേത്രങ്ങൾ അല്ലെ? അവരുടെ ശരീരവും കണ്ണും എങ്ങനെയായിരുന്നു എന്നാ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന നേത്രങ്ങൾ. അവരുടെ കണ്ണ് എങ്ങനെയല്ലായിരുന്നു? ചെമ്പരത്തിപ്പൂ പോലെ ചുവന്ന് തുടുത്ത കണ്ണുകളായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അത്യന്ത ഘോഷമാം വേഷം ഭയങ്കരം അല്ലേ? എന്തായിരുന്നു അവരുടെ ആ ഒരു ആദ്യം മുതൽ അവസാനം വരെ? എന്ന് വെച്ചാൽ എന്താണ് അവരുടെ ആ ഒരു തുടക്കം മുതൽ നമ്മൾ പറഞ്ഞു അല്ലേ? തലമുടി തൊട്ട് നമ്മൾ അവരുടെ ആ ഒരു മൊത്ത രൂപം നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവരെന്താണ് അവരുടെ വേഷം കണ്ടാൽ നമുക്ക് ഭയങ്കരം തോന്നും. അപ്പൊ ആ ഒരു വരി നമ്മൾ വിശദമാക്കാം. അത്യന്ത ഘോഷമാം വേഷം ഭയങ്കരം. ഈ ഒരു വരി നമുക്ക് എങ്ങനെ വിശദമാക്കാം? എങ്ങനെ ആക്കാം? നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മള് നേരത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചില്ലേ? അവരുടെ വേഷം എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചില്ലേ? ആ ഒരു ഉത്തരം തന്നെ നമുക്കിവിടെ എഴുതാം. എന്തൊക്കെ എഴുതാം? ചെമ്പിച്ച താടി, മീശ, മുടി.
കയ്യിലാകട്ടെ വില്ലും ശരങ്ങളും, ചെമ്പരത്തിപ്പൂ പോലെയുള്ള എന്താണ് കണ്ണുകൾ, ചന്ദ്രക്കല പോലെ വളഞ്ഞ പല്ലുകൾ, കറുത്ത പർവ്വതം പോലെയുള്ള ശരീരം, ഗുഞ്ചാഫലം കൊണ്ടുള്ള മാലകൾ അവരുടെ കുടവയറിനെ തുളച്ചു കയറുന്നതുപോലെ തോന്നും, മഞ്ഞക്കുറിയും മഞ്ചാടിമാലയും അണിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് പഠിച്ച ആ ആൻസർ തന്നെ നമുക്കിവിടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും എഴുതാം. എന്നുവെച്ചാൽ ഒരേപോലാണ്. അവിടെ എന്താണ് നമ്മൾ വേടന്മാരുടെ വേഷം എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. ഇവിടെയും എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അത്യന്ത ഘോഷമാ വേഷം ഭയങ്കര അല്ലേ? ഇവിടെയും അവരുടെ വേഷം എന്താണെന്നാണ് ആ ഒരു ചോദ്യത്തിലൂടെ ചോദിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഒരുപോലെ തന്നെ. അപ്പം ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം തന്നെ എഴുതിയാൽ മതി. നമുക്ക് മനസ്സിലായോ ടീച്ചർ പറഞ്ഞത്? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിശദമാക്കുക. എന്താണ് വിശദമാക്കേണ്ടത്? കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഭീമൻ വനത്തിൽ കണ്ട കാഴ്ചകൾ ഒരു ഖണ്ഡികയിൽ എഴുതുക. നമ്മൾ എന്ത് ചെയ്യണം? വനത്തിലേക്ക് ഭീമൻ കല്യാണ സൗഗന്ധിക പൂ പറിക്കാനായിട്ട് കയറുന്നു. അവിടെ കണ്ട കാഴ്ചകൾ തന്നെയാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അല്ലേ? അവിടെ ചെന്നപ്പോ എന്താണ്? കാട്ടാള രാജനും കൂട്ടരും വേട്ടയ്ക്ക് പോക്കുകൾ അല്ലേ കൂട്ടി പുറപ്പെട്ടിട്ട് ഇറങ്ങുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ ഉത്തരം? ഇങ്ങനെ എഴുതാം. ഭയങ്കര പരാക്രമശാലികളായ വേടന്മാർ വേട്ടയ്ക്ക് പുറപ്പെടുന്നതാണ് ഭീമൻ കണ്ടത്. അത് നമ്മൾ എന്തെഴുതും? ഭയങ്കര പരാക്രമശാലികളായ വേടന്മാർ വേട്ടയ്ക്ക് പുറപ്പെടുന്നതാണ് ഭീമൻ കണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് തന്നെ എഴുതിയാൽ മതി? നമ്മൾ നേരത്തെ രണ്ടിന്റെ ഒരു ആൻസർ പഠിച്ചില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചു അല്ലേ? ചിന്തിച്ച താടിയും മുടിയും മീശ എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഉത്തരം തന്നെ ഈ ഒരു 10ാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ എഴുതിയാൽ മതി. ഇവിടെ എല്ലാം എന്താണ് ചോദിക്കുന്നത്? വേടന്മാരുടെ വേഷവിധാനങ്ങളെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വേടന്മാരുടെ വേഷം എങ്ങനെയായിരുന്നു ആ ഒരു ഉത്തരം തന്നെ നമുക്ക് എവിടെയൊക്കെ എഴുതാം? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. അത്യന്ത ഘോഷമാം വേഷം ഭയങ്കരം. അതുപോലെ തന്നെ 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആ ഒരൊറ്റ ആൻസർ എഴുതിയാൽ മതി. തുടക്കം എങ്ങനെ എഴുതാം? അക്രമശാലികളായ വേടന്മാർ വേട്ടയ്ക്ക് പുറപ്പെടുന്നതാണ് ഭീമൻ കണ്ടത് എന്ന് നമ്മൾ എഴുതിയിട്ട് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെ ഈ 10ാമത്തെ ക്വസ്റ്റ്യനും എഴുതി വെച്ചാൽ മതി. ഓക്കെ, അത്യന്ത ഘോഷമാം വേഷം ഭയങ്കരം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടത് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്തെഴുതണം? ചെമ്പിച്ച താടി മീശ മുടി, കയ്യിലാകട്ടെ വില്ലും ശരങ്ങളും, ചെമ്പരത്തിപ്പൂ പോലെയുള്ള കണ്ണുകൾ, ചന്ദ്രക്കല പോലെ വളഞ്ഞ പല്ലുകൾ, കറുത്ത പർവ്വതം പോലെയുള്ള ശരീരം, ഗുഞ്ചാഫലം കൊണ്ടുള്ള മാലകൾ അവരുടെ കുടവയറിനെ തുളച്ചു കയറുന്നത് പോലെ തോന്നും, മഞ്ഞക്കുറിയും മഞ്ചാടിമാലയും അണിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻസിലെ ആൻസർ എഴുതാൻ പറ്റും ഈസി ആയിട്ട് ഇല്ലേ? അപ്പൊ എല്ലാവരും രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ചമത്കാരം കണ്ടെത്തുക. അപ്പൊ എന്താണ്? അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ, അഞ്ജന പർവ്വതം പോലെ ശരീരവും. അപ്പൊ എന്താണ്? ആ വരികളുടെ ആശയം നമ്മൾ എഴുതണം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു ഭംഗി, വരികളുടെ ഭംഗി ആശയം നമ്മൾ എഴുതണം. അപ്പൊ എന്താണ്? അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ, അഞ്ജന പർവ്വതം പോലെ ശരീരവും. അപ്പൊ എന്താണ്? നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം ആ വരികൾക്ക്? പരാക്രമശാലികളായ വേടന്മാരുടെ വേഷവിധാനങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? ഈ വരികളിൽ എന്താണ് വർണ്ണിക്കുന്നത്? പരാക്രമശാലികളായ വേടന്മാരുടെ വേഷവിധാനങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അവരുടെ മുഖത്ത് നോക്കിയാൽ അമ്പിളിക്കല പോലെ വളഞ്ഞ പല്ലുകൾ കാണാം. ഇതാണ് അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാം? അമ്പിളിക്കല പോലെ വളഞ്ഞ പല്ലുകൾ കാണാം. ശരീരമാകട്ടെ കറുത്ത പർവ്വതം പോലെ. നേരത്തെ പഠിച്ചില്ലേ? കറുത്ത പർവ്വതം പോലെയുള്ളതാണ് അവരുടെ ശരീരം. കർത്തവാവ് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ കാണുന്ന ചന്ദ്രക്കല അതിമനോഹരമാണ്, അതും കൂരിരുട്ടത്ത്. അതോടൊപ്പം ഈ കൂരിരുട്ട് അല്പം ഭയം ജനിപ്പിക്കുന്നതുമാണ്. അതുപോലെ കറുത്ത് ശരീരത്തിൽ വളഞ്ഞ പല്ലുകൾ ചമത്കാര ഭംഗി ഓദിപ്പിക്കുന്നുവെങ്കിലും ഇല്ലേ വേടന്മാരുടെ ക്രൗര്യവും പരാക്രമവും ആണ് നമ്പ്യാരിവിടെ വർണ്ണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കർത്തവാവ് കഴിഞ്ഞിട്ട് അല്ലെ 3-4 ദിവസത്തിനുള്ളിൽ കാണുന്ന ചന്ദ്രകല വളരെ മനോഹരമായിട്ടുള്ള ചന്ദ്രകലയായിരിക്കും അല്ലെ. അതും ഇരുട്ടത്താണ് നമ്മളത് കാണുന്നതെങ്കിൽ വളരെ ഭംഗിയായിരിക്കും അതിന്. അപ്പൊ അതുപോലാണ് നമ്മുടെ ഈ കൂരിരുട്ടത്ത് ഈ ഒരു കറുപ്പ് എന്താണ്? അല്പം ഭയം ജനിപ്പിക്കുന്നതാണ് ഇല്ലേ. അതുപോലെ എന്താണ്? കറുത്ത് നമ്മുടെ ഈ ശരീരത്തിലെ വളഞ്ഞ പല്ലുകൾ നമ്മുടെ ചമത്കാര ഭംഗി അതിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഇല്ലേ വരികളിൽ അതിന്റെ
ഭംഗി, ആ വരികൾക്ക് നല്ല ഭംഗി ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വേടന്മാരുടെ ക്രൗത്യവും പരാക്രമവും അല്ലെ, വേടന്മാരുടെ ആ ഒരു അക്രമ സ്വഭാവവും പരാക്രമവും ഒക്കെയാണ് കുഞ്ചൻ നമ്പ്യാർ ഈ വരികളിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ചമത്കാരം കണ്ടെത്തുക. എന്താണ്? അമ്പിളി പോലെ വളഞ്ഞുള്ള പല്ലുകൾ, അഞ്ജന പർവ്വതം പോലെ ശരീരവും. നമുക്ക് എന്താ എഴുതാം? പരാക്രമശാലികളായ വേടന്മാരുടെ വേഷവിധാനങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അവരുടെ മുഖത്ത് നോക്കിയാൽ അമ്പിളിക്കല പോലെ വളഞ്ഞ പല്ലുകൾ കാണാം. ശരീരമാകട്ടെ കറുത്ത പർവ്വതം പോലെയും. അപ്പം കർത്തവാവ് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ കാണുന്ന ചന്ദ്രകല അതിമനോഹരമാണ്, അതും കൂരിട്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ കൂരിട്ട് അല്പം ഭയം ജനിപ്പിക്കുന്നതാണ്. അപ്പൊ അതുപോലെ കറുത്ത് ശരീരത്ത് വളഞ്ഞ പല്ലുകൾ ചമത്കാര ഭംഗി അല്ലെ ബോധിപ്പിക്കുമെങ്കിലും വേടന്മാരുടെ ക്രൗത്യവും പരാക്രമവും ആണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് മനസ്സിലായോ? ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാതൃക പോലെ എഴുതുക. അപ്പൊ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്ന വരികൾ എഴുതുക. ഏതൊക്കെ എഴുതാം? വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടിപ്പുറപ്പെട്ടു, കാട്ടിൽ പരന്നതും കണ്ടു മൃഗോദരൻ. അപ്പൊ എന്താണ്? വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടിപ്പുറപ്പെട്ടു, കാട്ടിൽ കടന്നതും കണ്ടു മൃഗോദരൻ. അപ്പൊ നമുക്ക് രണ്ടിടത്തും എന്ത് വന്നു? രണ്ടാമത്തെ അക്ഷരം ഇട്ട വന്നു അല്ലേ? കാട്ടിൽ, കണ്ടോ? കാട്ടിൽ വേട്ട. വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടിപ്പുറപ്പെട്ടു, കാട്ടിൽ പരന്നതും കണ്ടു മൃഗോദരൻ. അപ്പൊ രണ്ടാമത്തെ അക്ഷരം കണ്ടു എന്ത് വന്നു? ഇട്ട വന്നു അല്ലേ? വേട്ട, അതിൽ ഇട്ടയുണ്ട് അല്ലേ? കാട്ടിൽ, കണ്ടോ? രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്ന വരികൾ എഴുതാൻ നമുക്ക് എന്തെഴുതാം? വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടിപ്പുറപ്പെട്ടു, കാട്ടിൽ പരന്നതും കണ്ടു മൃഗോദരൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്തെഴുതാം? ഗുഞ്ചാ ഫലം കൊണ്ട് കോർത്തുള്ള മാലകൾ കുഞ്ചരന്മാരുടെ കുംഭതടങ്ങളെ ഭഞ്ജനം ചെയ്തങ്ങ് അതിൽപ്പെട്ട മുത്തുകൾ അഞ്ജസ കുത്തി തുളച്ചു കോർത്തങ്ങനെ സംജാതമായുള്ള മാലാകലാപം. കണ്ട, രണ്ടാമത്തെ ഇഞ്ഞ വരുന്നുണ്ട്, ഗുഞ്ചാ ഫലം കൊണ്ട്. അതുപോലെ എന്താണ്? കുഞ്ചരന്മാരുടെ, ഇവിടെ എല്ലാം എന്താണ്? ഇഞ്ചയാണ് വരുന്നത് അല്ലേ? ആ അത്രയും വരികളിലും രണ്ടാമത്തെ അക്ഷരം ഏത് വരുന്നു? ഇഞ്ച വരുന്നു. കുഞ്ച അല്ലെ? എന്താണ്? ഗുഞ്ചാ ഫലം കൊണ്ട്, അതുപോലെ കുഞ്ചരന്മാരുടെ ഭഞ്ജനം, അഞ്ജസ അല്ലെ, സംജാതമാണ്. ഇതിലെല്ലാം ഇഞ്ചയാണ് രണ്ടാമത്തെ അക്ഷരം വരുന്നത് അല്ലേ? ഗുഞ്ച, കണ്ട, കുഞ്ചരന്മാർ, ഭഞ്ജനം, അഞ്ജസ. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ. ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും. അപ്പൊ അവിടെ എല്ലാം എന്താണ്? ഇമ്പ വരുന്നു. കണ്ട, ചെമ്പിച്ച, വമ്പിച്ച. അതുപോലെ തന്നെ കണ്ടോ, ഉച്ചത്തിലുള്ളൊരു കണ്ഠനാദങ്ങളും മെച്ചത്തിലുള്ളൊരു വീര്യഭാവങ്ങളും. അവിടെ എല്ലാം ഇച്ച വരുന്നു. കണ്ട, അച്ച, ഉച്ച, മെച്ച. അവിടെ എല്ലാം രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ഇച്ചയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ രണ്ടാമത്തെ ക്വസ്റ്റിനകത്ത് ചെമ്പിച്ച താടിയും വമ്പിച്ച കൈകളിൽ അവിടെ എല്ലാം ഇമ്പയാണ് വരുന്നത്. അതുപോലെ അതിന് കുഞ്ചരന്മാരുടെ ഭഞ്ജനം ചെയ്തു. കണ്ട, അഞ്ജസ, അവിടെ എല്ലാം ഇഞ്ച വരുന്നുണ്ട്. ഇമ്പ വെച്ചിട്ട് എന്താ? ചെമ്പിച്ച താടിയും അവിടെ എല്ലാം ഇമ്പായാണ്. കണ്ട, ചെമ്പിച്ച, വമ്പിച്ച. അതുപോലെ ഇച്ച, ഉച്ചത്തിലുള്ളൊരു കണ്ഠനാദങ്ങളും മെച്ചത്തിലുള്ളൊരു വീര്യഭാവങ്ങളും. അവിടെ എല്ലാം എന്ത് വരുന്നുണ്ട്? ഇച്ച വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കുഞ്ചൻ നമ്പ്യാരുടെ 4 തുള്ളൽ കഥകളുടെ പേരെഴുതുക. ഏതൊക്കെ എഴുതാം നമുക്ക്? കല്യാണ സൗഗന്ധികം, കുഞ്ചൻ നമ്പ്യാരുടെ ഒരു തുള്ളൽ കഥയാണ് ഏത്? കല്യാണ സൗഗന്ധികം. സഭാപ്രവേശം, ഇതെന്താ നമുക്ക്? സഭാപ്രവേശം. ഘോഷയാത്ര, എന്താണ്? ഘോഷയാത്ര. സ്യമന്തകം, കിരാതം. അപ്പൊ നമ്മൾ എത്ര തുള്ളൽ കഥയുടെ പേര് പറഞ്ഞു? 5 എണ്ണം പറഞ്ഞു അല്ലേ? എന്താണ്? കല്യാണ സൗഗന്ധികം, സഭാപ്രവേശം, ഘോഷയാത്ര, സ്യമന്തകം, കിരാതം. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ പഠിച്ചെഴുതിയാൽ മതി കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ? കുഞ്ചൻ നമ്പ്യാരുടെ 4 തുള്ളൽ കഥകളുടെ പേരെഴുതുക. എന്തൊക്കെ എഴുതാം? കല്യാണ സൗഗന്ധികം, സഭാപ്രവേശം, ഘോഷയാത്ര, സ്യമന്തകം, കിരാതം. ഓക്കെ, നമ്മുടെ വേടന്മാരെന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ പഠന പ്രവർത്തനങ്ങളും തീർന്നു. അപ്പൊ നമ്മൾ ഇന്നെന്താ പഠിച്ച? ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? ഉത്തരം എഴുതുക. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പഠിച്ചു വെച്ചാൽ 5ാമത്തെ ക്വസ്റ്റ്യനും 10ാമത്തെ ക്വസ്റ്റ്യനും ഈ ഒരു സെയിം ആൻസർ തന്നെ എഴുതിയാൽ മതി. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പം ഇന്ന് ടീച്ചർ ഈ തരുന്ന നോട്ട്സ്, ഇന്ന് നമ്മൾ ഇത്രയും പഠിച്ചതിന്റെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അല്ലേ ആ തരുന്ന നോട്ട്സ് നിങ്ങളുടെ കോപ്പിറൈറ്റ് ബുക്കിൽ എഴുതി ടീച്ചറിനെ അയച്ചു തരണം. അതുപോലെ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട്സ് എഴുതിയിരിക്കണം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കുന്ന മെസ്സേജും ടീച്ചറിന്, വോയിസ് മെസ്സേജും ടീച്ചറിന് സെൻഡ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടോ?
അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കണ്ടപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.